എന്നാൽ മറ്റൊരു സംഭവം, ഒരു ദിനമാളത്തിലടുത്ത് ചോദുന്നേ ഉരിയാടുന്നെല്ലാരും നിങ്ങൾക്കെല്ലാം സ്ഥലം അത് മുറ്റിടുവിൻ ശരിയാണോ കാര്യം തന്നെ. അന്നേരം കൈപ്പറ്റി മനസ്സിൽ തങ്ങോ കാട്ടിയ നേരത്തെ ആക്കരമിൽ കാണുന്നൊരു പടവും എന്തൊരു നല്ല കറാമത്ത് കരമിൽ വെച്ചത് നിസ്കാരം അത് മയ്യോ മുമ്പിൽ മാമത്ത് അക്കര കണ്ടു മുതലിട്ടവർക്കും വന്നുടനു കലാമത്ത് കയ്യു വലിച്ചെന്ന് ഇന്നെ കാട്ടുമറിഞ്ഞങ്ങ് എല്ലാ കഴിവ് പറാമത്തുള്ളവരല്ലേ കൽപ്പുടെ വരത്തി പറ്റിതുമല്ലേ കുരുളിക്കുന്ന മുതൽ ചായ കുന്നി മോയി മാടി ഒരു ദിനമാണ് നിറത്തിനടുത്തി തോന്നുന്നേ ഉരിയാടുന്നെല്ലാരും നിങ്ങൾക്കില്ല നിസ്കാരം അത് മുത്തിടുവിൻ ശരിയാണോ കാര്യവും തന്നെ. മടവൂർ ശേഖ് നിസ്കരിക്കാറില്ലത്രേ. പലരും അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അന്ന് ഉരുളിക്കുന്ന് മേരിസായ പ്രഗത്ഭ പണ്ഡിതൻ ഉണ്ണിമോയിൻ ഹാജി ശൈഖ് അവർകളെ നേരിൽ കണ്ടു ഇത് ചോദിക്കാൻ തീരുമാനിച്ചു. ഉണ്ണിമോയിൻ ഹാജി ശൈഖ് അവർകളോട് ചോദിച്ചു, ആളുകൾ പലരും പറയുന്നുണ്ടല്ലോ, സത്യം എന്താണ്? അന്നേരം മഹാനായ ശൈഖ് അവർകൾ തന്റെ കൈപ്പത്തി ഹാജിയാരുടെ നേരെ നീട്ടി. അത്ഭുതം തന്നെ, അതിലേറെ ആശ്ചര്യവും. സാക്ഷാൽ ടെലിവിഷൻ പോലെ അതാ ആ കൈവെള്ളയിൽ ഒരു ഫോട്ടോ പ്രത്യക്ഷപ്പെട്ടു. അപാലവൃദ്ധം ജനങ്ങൾ ഹറമിൽ നിന്നുകൊണ്ട് നിസ്കരിക്കുന്ന രംഗം. മഹാനായ സിഎം അവർകളതാ അവർക്ക് ഇമാം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ഒരാൾ വലിയ നിസ്കരിക്കാൻ വരില്ല. അപ്പൊ അന്വേഷിച്ചു. അവർ യുനാജി റബ്ബഹു, അള്ളാഹിനോട് വലിയ സംഭാഷണം നടത്തുന്ന ഒരു മഹാനാണ്, അദ്ദേഹത്തിന് നിസ്കാരമൊന്നും വേണ്ട, മഹാനാണ് എന്ന് പറഞ്ഞു അത്രേ. അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു ഞാൻ കുഴപ്പമൊന്നുമില്ല, പക്ഷേ അള്ളാഹിനോട് നിസ്കരിക്കാതെ സംഭാഷണം നടത്തണമെങ്കിൽ അള്ളാഹിന്റെ ലോകത്തേക്ക് പോകണം. ഇത് ഉമറിന് ഇപ്പൊ അള്ളാഹു അധികാരം ഏൽപ്പിച്ച ലോകമാണ്. നിസ്കരിക്കാൻ വന്നിട്ടില്ലെങ്കിൽ